ആര്യൻ്റെ അമ്മ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുള്ളൊരു സ്റ്റോറി ഞാനൊന്ന് കൊടുക്കാം. വിൽ മിസ് ദിസ് എന്ന് പറഞ്ഞും കൊണ്ട് ഒരു ഗിസായൻ അതായത് ഗിസൈലിന്റെ ഗിയും ആര്യന്റെ എന്നും കൂടി ചേർത്ത് ഗിസൈൻ എന്ന് പറഞ്ഞിട്ട് ആര്യന്റെ അമ്മ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അവര് തന്നെ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്ത് വിടയാണ് പുറത്തിരുന്ന്. ആര്യന്റെ അമ്മ തന്നെ. അല്ലെങ്കിൽ ലെറ്റ് ദം ലവ്, ഓ വാവ് അമേസിങ്, ലെറ്റ് ദം ലവ് എന്നൊക്കെ പറഞ്ഞ അവർ പാവം അമ്മയല്ലേ. ഓക്കെ, അങ്ങനെ എല്ലാവരും സ്നേഹിക്കട്ടെ, അതൊരു വലിയ മനസ്സാണ് കേട്ടോ. പക്ഷേ മോനെ കുറച്ചൊന്ന് ഉപദേശിച്ച് വിടാമായിരുന്നു, പുതപ്പിന്റെ ഡീ കയറിയിരുന്ന് കുളിച്ചതും കാണിക്കാണ്ടിരിക്കാനായിട്ട്. അങ്ങനെ അവരൊരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ അറിയാൻ സാധിച്ചിട്ടുള്ള ഗിസയിൽ പുറത്തായി എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ അറിഞ്ഞ നിമിഷത്തിൽ എന്ന് പറഞ്ഞ് കിളി പറഞ്ഞ് നിൽക്കുകയായിരുന്നു. നിങ്ങൾ എല്ലാവരെയും പോലെ ഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അതോ അൺഫെയർ ആണോ? ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമന്റ് ചെയ്തേക്ക്. ഇന്നലത്തെ എപ്പിസോഡിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ആര്യൻ നൈസായിട്ട് ഗിസേലിനെ ഒന്ന് അവോയ്ഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫാമിലിയിൽ ഉള്ള എല്ലാവരും ഒക്കെ വന്നു പോയതിനു ശേഷം ആര്യന് തന്നെ ഏതാണ്ടൊക്കെ പിടി കിട്ടി. പിന്നെ അതിന് മുന്നത്തെ വീക്കിൽ ലാലേട്ടൻ വന്ന് പറഞ്ഞല്ലോ, മറ്റേ അഭിലാഷ് മുന്നിലും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്ന ആ കാര്യങ്ങളൊക്കെ ഒന്ന് കൂടി പൊക്കിയെടുത്ത് അടിച്ചപ്പോൾ ഏതാണ്ടൊക്കെ ആര്യന് പിടി കിട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ചെറിയൊരു മാറ്റം. ഇപ്പൊ നേരെ ലക്ഷ്മിയിലോട്ടൊരു കോമ്പോ പിടിക്കാൻ പോകുന്നു, അതോ ഇനി ലക്ഷ്മിയുടെ അടുത്തോട്ട് പോകുന്നോ എന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ല. ഇന്നലെ എപ്പിസോഡില് ഉറപ്പായിട്ടും അവളെ ചുചു സൗണ്ട് എന്ന് പറഞ്ഞും കൊണ്ട് പറയുകയും അപ്പൊ തന്നെ ഗിസേലിന്റെ മുഖം ഒരുമാതിരി ആയി കേട്ടോ. എന്തോ വലിയ ഒരു ടെൻഷനല്ല, ഒരു പാവം ഭയങ്കര വിഷമമായിട്ടുള്ളൊരു ഫേസ് ആയിരുന്നു. ചുചു എന്ന് പറഞ്ഞ് ആര്യം പറഞ്ഞ സമയത്ത് റിപ്പീറ്റ് ചെയ്ത് അതിനെ ഗിസേലും പറഞ്ഞു ചുചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ഒരു വല്ലായ്മ ആ ഒരു മുഖത്തുണ്ടായിരുന്നു. ഞാൻ കണ്ടപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നാൽ ആര്യൻ നൈസായിട്ട് ഗിസേലിനെ ഒഴിവാക്കിയതുപോലെ എനിക്ക് അവിടെ ഫീൽ ചെയ്തു. ഇന്ന് എവിക്റ്റായി പോകുന്ന സമയത്ത് നൈസ് എവിക്ഷനാണ് നടക്കുന്നത്. പണ്ട് റിയാ സലീമിനെ ലൈറ്റ് ഇട്ടിട്ട് എവിക്റ്റ് ചെയ്തില്ല, അതുപോലെ ഇവരെ നാലുപേരെയും പിടിച്ച് നിർത്തിയിട്ട് അതിൽ നിന്ന് ലൈറ്റ് ഇട്ട് ഉള്ള എവിക്ഷനാണ് നടക്കുന്നത്. പച്ച, മഞ്ഞ, നീല, ചുവപ്പ്. പച്ചയും മഞ്ഞയൊന്നുമില്ല, പച്ചയും ചുവപ്പും മാത്രം ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കത്തും. അതിൽ പച്ച ലൈറ്റ് കത്തുന്നവർ സേവ് ആവും, ചുവപ്പ് കത്തുന്നവർ എവിക്റ്റ് ആവും. അങ്ങനെ എവിക്റ്റ് ആവുകയാണെങ്കിൽ ആരെയും കാണിക്കാതെ അതുവഴി വിളിച്ചുകൊണ്ട് പുറത്തു കൊണ്ടുപോവുകയാണെങ്കിൽ ആര്യനൊക്കെ എങ്ങനെ ഇനി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും? ഉമ്മ കൊടുത്ത് കരഞ്ഞ് ആ ഒരു സെറ്റപ്പിൽ ഇനി എങ്ങനെ എവിക്റ്റായി വെളിയിൽ പോകുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഹൗസ് മേറ്റ്സിനെ ഒന്നും കാണിക്കാണ്ട്. എന്തായാലും ഗിസേൽ തന്നെയാണ് പോകുന്നത്, അത് 100% കൺഫേം ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പാവം ഗിസേലാണെങ്കിൽ സങ്കടത്തിൽ നിൽക്കുകയാണ്. എന്തായാലും ഹിന്ദി ബിഗ് ബോസിലും പോയി തോറ്റ്, മലയാളം ബിഗ് ബോസിലും വന്ന് തോറ്റ്. ഇനി ഏത് ബിഗ് ബോസിൽ പോയി അടുത്ത് തോക്കുമെന്നായിരിക്കും ആലോചിക്കുന്നത്. കളിയാക്കുന്ന പോലെയൊക്കെ തോന്നിച്ചു, എന്നാ ജസ്റ്റ് കോമഡിക്ക് പറഞ്ഞാൽ. എന്തായാലും 2 ബിഗ് ബോസിലും കപ്പടിക്കാൻ പറ്റാണ്ട് നേരത്തും കാലത്തും തന്നെയാണ് ഔട്ടായി എവിക്റ്റായി പുറത്തു പോയിട്ടുള്ള ഗിസേല്. പാവം. ഞാൻ ആദ്യം വിചാരിച്ചു ഹിന്ദി ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഭയങ്കര ഫാൻ ബേസും കാര്യങ്ങളൊക്കെ കാണും, ഇവിടെ വരുമ്പോൾ വോട്ടൊക്കെ കിട്ടി മിക്കവാറും കപ്പടിച്ചില്ലെങ്കിൽ കൂടി അവസാനം വരെയൊക്കെ ചിലപ്പോൾ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ വോട്ടുമില്ല, ഒരു തേങ്ങ ഇല്ലാണ്ട് നൈസായിട്ട് പോകുന്നതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി ഇങ്ങനെ പച്ചയും ചുവപ്പും ലൈറ്റിട്ട് കത്തിച്ചിട്ട് നൈസായിട്ട് കൊണ്ട് സീക്രട്ട് റൂമിൽ നിർത്തുമോ എന്നുള്ളൊരു ചോദ്യം ബാക്കി ആവുകയാണ്. എനിക്കറിയില്ല. എന്തായാലും സീക്രട്ട് റൂം ഇല്ല, പുറത്തായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പുറത്തേക്ക് എന്നുള്ളൊരു കൺഫർമേഷൻ 100% ഉറപ്പിച്ചാണ് പലരും പറഞ്ഞിട്ടുള്ളത്. ആ സ്ഥിതിക്ക് പുറത്തേക്ക് തന്നെ ആയിരിക്കും. പോട്ടെ, ഗിസയിൽ പോയതിനു ശേഷമായിരിക്കും ആര്യന്റെ റിയൽ ഗെയിം പുറത്തു വരുന്നത്. അല്ലാണ്ട് അവന് ഇതുവരെ പാവാടവളയും പിടിച്ചുകൊണ്ട് നടന്ന് പിന്നെ ആര്യൻ ഇല്ലാണ്ട് ഗിസയിലും ഇല്ല, ഗിസയിൽ ഇല്ലാണ്ട് ആര്യനും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ആര്യൻ ഇല്ലാണ്ട് ഗിസയിലില്ല. ആര്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഇല്ല എങ്കിൽ ഗിസയിലിന് പ്രത്യേകിച്ച് ഒരു ഗെയിം ഇല്ല. ഈ ആര്യനെ ചുറ്റിപ്പറ്റിയുള്ള ഓരോരോ കോപ്രായങ്ങൾ മാത്രമേ ഗിസയിലിനുള്ളൂ. അല്ലാണ്ട് വന്നിട്ട് ഒരു വിഷയത്തിൽ ഭയങ്കര നിലപാട് പറയുകയോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ മലയാളം സംസാരിക്കുന്നതിന്റെ കോമഡിയും പിന്നെ ആര്യനെ ചുറ്റിപ്പറ്റിയുള്ള കുൽസിതങ്ങളും ഈ പുതപ്പിനടിയിലുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ആര്യൻ അല്ലാണ്ട് ഒരു കണ്ടന്റ് സെപ്പറേറ്റ് ആയിട്ട് അവിടെ ഗിസയിൽ ഉണ്ടാക്കിയ ചരിത്രം എനിക്ക് ഓർക്കുന്നില്ല. അങ്ങനെ വലിയ കണ്ടന്റ് ഒന്നുമില്ല, വലിയ പൊട്ടിത്തെറിയോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന ഒരു സാധനമൊന്നുമില്ല. ആര്യനൊരു പ്രശ്നം വരുമ്പോൾ ഗിസയിൽ ഇടപെടും, ഗിസയിലിനൊരു പ്രശ്നം വരുമ്പോൾ ആര്യൻ ഇടപെടും. ഈ ഒരു സാധനമാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ആര്യൻ എന്ന് പറയുന്ന ആള് യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റ് പോലെ എനിക്ക് തോന്നി. കാരണം ഇന്നലെ ലാലേട്ടന്റെ മുന്നേ എണീറ്റ് തന്നെ ഗിസേലിനെ മൊത്തത്തിൽ കുറ്റം പറഞ്ഞതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എവിക്റ്റും കൂടി ആയി പോകുമ്പോൾ അവന് സ്വസ്ഥത സമാധാനം. എന്തായാലും കഴിഞ്ഞ സീസണിൽ ജാസ്മിൻ ഗബ്രി കോമ്പോകളില് പക്ഷെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ ഒരു ചരിത്രം ഉള്ളതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല. ജാസ്മിന് വേണ്ടി ഗബ്രിയും, ഗബ്രിക്ക് വേണ്ടിയിട്ട് ജാസ്മിനും പരസ്പരം സംസാരിക്കുന്നു. അവർ തമ്മിൽ എന്തെങ്കിലും ചിലപ്പോൾ എപ്പിസോഡിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലൈവിൽ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വഴക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലാണ്ട്
മറ്റൊരാളടുത്ത് പോയിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാറില്ല. പ്രത്യേകിച്ച് ലാലേട്ടന്റെ മുന്നിൽ വന്നിട്ട് ഗബ്രി ഒരിക്കലും ജാസ്മിനെയും കുറ്റം പറഞ്ഞിട്ടില്ല, ജാസ്മിൻ ഒരിക്കലും ഗബ്രിയെയും കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ കാണാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിസൈലിനെ ഈ ആര്യൻ കുറ്റം പറയുന്നതാണ് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ആര്യൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവൻ ജസ്റ്റ് അവന്റെ ഒരു ഗെയിം പ്ലാൻ ആയിട്ട് വന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി കുറെ അപരാധം കുറെ കുളിച്ചതൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് പോകുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും ഗിസൈൽ പോയതിനു ശേഷം ഇനി ആര്യൻ ഏത് ലെവലിലായിരിക്കും, എങ്ങനെ കളിക്കും എന്നൊക്കെ ഉള്ളതൊരു ചോദ്യചിഹ്നമാണ്. പ്രത്യേകിച്ച് ഫാമിലി റൗണ്ടൊക്കെ വന്നു പോയതിനു ശേഷം ഈ ആര്യൻ എല്ലാവരുമായിട്ട് ഒരു ബോണ്ട് വയ്ക്കാനോ അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് ഒരു സംസാരവും കാര്യങ്ങളൊക്കെ വെച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുവരെ ഗിസൈലുമായിട്ട് ചുറ്റിപ്പറ്റി ഒട്ടി പാവാടവള്ളിയും പിടിച്ചിരുന്ന ആര്യൻ നൈസായിട്ട് ഇപ്പൊ എല്ലാവരുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റും അല്ലെങ്കിൽ ഒരു ബോണ്ടൊക്കെ വെച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഗബ്രി ജാസ്മിൻ കോംബോയില് അവര് തമ്മിലായിരുന്നു എപ്പോഴും 24/7 അവർ തമ്മിൽ ഒരുമിച്ചിരിക്കും. ഈ ടാസ്കും കാര്യങ്ങളും ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സമയം അവർ ഒരുമിച്ചിരിക്കുന്നതാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ ഇവർ വന്നപ്പോൾ നേരെ തിരിച്ച് ഇപ്പോ ടാസ്കുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നൈസായിട്ട് ഈ ആര്യൻ ഗിസൈലിനെ ഒഴിവാക്കിയിട്ട് ഒറ്റയ്ക്ക് മാറി നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പിലോട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ആര്യന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്, എനിക്ക് തോന്നിയതാണ്. നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാം. അതുപോലെ ഒനിയിൽ ഇന്നലെ പുറത്തു പോയിട്ടുണ്ടായിരുന്നു, പുറത്തു പോയിട്ട് ഒരു വർത്തമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടുപോക്കാം. ഇപ്പൊ കിട്ടുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ പോലെ ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വേസ്റ്റ് ഒരു കണ്ടസ്റ്റന്റ് ആണ്. ലക്ഷ്മിനെ എനിക്ക് ഒരു ക്യാരക്ടറുള്ള ആളായിട്ട് തോന്നിയിട്ടില്ല. വെറും ഈ പറഞ്ഞ പോലെ ഞാൻ ലക്ഷ്മിക്ക് ഒരു വാക്ക് പോയി, പക്ഷേ ഇത് കാണിച്ചെന്നറിയില്ല. തേർഡ് റേറ്റ് നാസ്റ്റി ഫ്രിജിഡ് പീസ് ഓഫ് വുഡ്, വെറും ഒരു മരക്കഷ്ണമാണ് ലക്ഷ്മി. അതായത് ലക്ഷ്മിയോട് എനിക്ക് പ്രത്യേകിച്ച് വലിയ വികാരമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലവരും പ്രശ്നത്തിൽ കയറിയിട്ട് അക്ബർ ശവന്തീനിയാണെന്നെങ്കിലും പറയാം, അതിനകത്ത് എന്തെങ്കിലും ഒരു ഊള ഉടായ്പ് കാണിക്കണമെന്ന് പറയും. ലക്ഷ്മി വെറുതെ ഒരു ഷെക്മിയുടെ സൗണ്ട് കേൾക്കണം. എനിക്ക് ഷെക്മിയുടെ സൗണ്ട് ലക്ഷ്മി ഒരു ആദ്യം ഒരു പ്രശ്നമുണ്ടല്ലോ, ആ പ്രശ്നം തന്നെ ഞങ്ങൾ കേൾക്കുന്നത് TV കാണിച്ചപ്പോഴാണ്. അന്നത്തെ ചൊരുക്ക് നന്നായിട്ട് ഒന്നിയിലുണ്ട്, അത് ഈ വർത്തമാനത്തിൽ തന്നെ മനസ്സിലാക്കാം. അതിപ്പോ എനിക്കായാലും കാണും കേട്ടാ, അങ്ങനെ പെട്ടെന്നൊന്നും മറക്കൂല. മാപ്പ് പറഞ്ഞാലും കോപ്പ് പറഞ്ഞാലും എന്റെ ഉള്ളിലും കാണും. കാരണം അമ്മാതിരി നാറ്റ കേസല്ലേ നാട്ടിക്കാൻ നോക്കിയത്, ഒരു ആണിന്റെ ഇമേജ് കളയാൻ തക്കെയുള്ള ഒരു വിഷയമല്ലേ അന്ന് ലക്ഷ്മി ഉണ്ടാക്കിയത്. മസ്താനി വന്ന് ചെവി പറഞ്ഞത് ഇവള് നാട്ടുകാരെ മൊത്തം വിളിച്ചറിയിച്ച് വലിയ വിഷയമാക്കി, വലിയ സംഭവം പോലെ ആക്കി. എന്നിട്ടിപ്പോ റീസെന്റ് ഷാനവാസ് ജയിലിൽ കിടന്ന സമയത്തും അരിയും തിരിച്ചറിഞ്ഞുകൂടാതെ ഒരു തേങ്ങ അറിഞ്ഞുകൂടാതെ വന്നു കിടന്ന അവിടെ വിഷയം ഉണ്ടാക്കുകയാണ് ഈ ലക്ഷ്മി ചെയ്തിട്ടുള്ളത്. ഇവിടെ വിചാരം ഇവള് തന്നെയാണ് കോടതി എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നടക്കുന്നത്. എന്തായാലും കൊള്ളാം, ലക്ഷ്മി മിക്കവാറും കയറി പോകും, കാരണം നിലപാടൊന്നും ഇല്ല. ഇപ്പൊ അതിലെടുത്ത് 100 എടുത്ത് വീട്ടിൽ കെട്ടത് അമ്മേരെ വീട്, മറ്റാണ് തേങ്ങയാണ് കൊലയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു നിലപാടും ഇല്ല, ഒരു ഇതില്ലാത്ത രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. എന്തായാലും ലക്ഷ്മിയുടെ അടുത്തുള്ള ഒരു ഇതൊക്കെ പോയി, ഫസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ഗുമ്മും കാര്യങ്ങളൊക്കെ പോയി. ഞാൻ തന്നെ ആദ്യം ഇവളെ കുറ്റം പറഞ്ഞിട്ട് പിന്നെ ഇവളുടെ ഭാഗത്ത് ശരിയെന്ന് എനിക്ക് തോന്നിക്കൊണ്ട് ഞാൻ മാപ്പ് വരെ പറഞ്ഞു. ഇതിപ്പോ കോപ്പായ അവസ്ഥ ആയിപ്പോയില്ല ലക്ഷ്മിയുടെ കേസ്, വെറും ഒരു ഊള കണ്ടസ്റ്റന്റ് ആയിപ്പോയി ലക്ഷ്മി കേട്ടോ. സീരിയസ്ലി പറയാം, ഒരു തരത്തിൽ യോജിക്കാൻ പറ്റാത്ത ഒരു നിലവാരമില്ലാത്തൊരു കണ്ടസ്റ്റന്റ് ആയിപ്പോയി ലക്ഷ്മി, പറയാതിരിക്കാൻ വയ്യ. പിന്നെ അനുമോളുടെ കേസിൽ ഇന്നലെ ഞാൻ കേക്കിന്റെ വിഷയം പറഞ്ഞല്ലോ, എനിക്ക് പേഴ്സണലി അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വിഷയമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് അനുമോളടുത്ത് ഇഷ്യൂ കാര്യങ്ങളോ ഒന്നുമില്ല. എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് കുറെ പേര് എന്നെ വിമർശിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായമായിരിക്കും, കേക്ക് കട്ട് ചെയ്ത് തന്നെ കഴിക്കണം. ഓക്കെ, കേക്ക് കട്ട് ചെയ്ത് കഴിക്കാം എന്ന് വെച്ചിട്ട് ആഹാര സാധനമാണ് അവിടെ ഒരു നമ്മളെ മേധാവിത്വമൊക്കെ സ്ഥാപിച്ച് അതിങ്ങനെയൊക്കെ ചെയ്യാവൂ, അങ്ങനെ ഇങ്ങനെ കിടന്ന് വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. ആഹാരമല്ലേ കഴിച്ചിട്ട് പോവുക, ആവശ്യമുള്ളത് എടുക്കുക, അനുമോൾക്ക് ആവശ്യമുള്ള അനുമോൾ എടുക്കുക, ഗിസൈലിന് ആവശ്യമുള്ള ഗിസൈൽ എടുക്കുക, അവരെടുത്തോണ്ട് പോവുക. എന്നിട്ട് ലാസ്റ്റ് അനുമോളിന് ഒരു ബൗളിലെങ്ങാണ്ട് കുറെ കേക്കൊക്കെ കൊണ്ടുവച്ചിട്ട് എടുത്ത് കഴിക്കുന്നൊക്കെ ഉണ്ട്. കഴിച്ചോ, കഴിക്കുന്നതിൽ നമ്മൾ കണക്ക് പറയാൻ നിൽക്കരുത്. ആരെങ്കിലും ഇഷ്ടത്തിന് കഴിക്കട്ടെ, അല്ലാണ്ട് ആരും പാഴാക്കാതിരുന്നാൽ മതി. എനിക്ക് അത്രേ ഈ ഫുഡിന്റെ കേസിൽ പറയാനുള്ളൂ. ഓക്കെ, അങ്ങനെ ഗിസൈൽ നിന്ന് പുറത്ത് പോട്ടെ. അടുത്ത് വരും ദിവസങ്ങൾ എന്ത് സംഭവിക്കും എന്നറിയാം. ഇനി അധിക ദിവസങ്ങളില്ല, ഇപ്പൊ തന്നെ 10-60 ദിവസം കണ്ടായി അല്ലേ, കഴിഞ്ഞു 10-63 ദിവസം കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അപ്പം വെറും 10-40 ദിവസത്തിനകത്ത് 10-30 സംതിങ്, ഒരു മാസം പ്ലസ് സംതിങ് ദിവസങ്ങൾ മാത്രമേ ഇനി ഉള്ളൂ എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്താണ് ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ഇടണം.